നമുക്ക് ഇന്നൊരു കോട്ടൺ മെറ്റീരിയൽസിന്റെ കളക്ഷൻ നോക്കാം. സമ്മർ ബേസ്ഡ് ആണ്, നല്ല കളർ ഷെയ്ഡ്സ് ആണ്. യൂഷ്വൽ പാറ്റേണിനും കുറച്ചൊരു ഡിഫറൻസ് ഉള്ള ഒരു കോട്ടൺ കളക്ഷൻ ആണ് തന്നെ. ഇത് ഹെവി ആയിട്ട് ഇതുണ്ടോ കണ്ടാൽ ഒരു ക്രോഷോ ലേസ് പോലത്തെ ഒരു പാച്ചാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഇത്രയും ഭാഗത്താണ് ആ ലേസ് വാച്ച് വരുന്നത്. പിന്നെ നമ്മുടെ കോട്ടൺ തന്നെ അതിൽ ചെറിയ ഹാൻഡ് വർക്ക്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 3 ലെയേഴ്സ് ആയിട്ടാണ് ആ ഒരു ക്രോഷോ ലേസ്. പിന്നെ ഇതിന്റെ ബോർഡറും 3 ബോർഡേഴ്സിലും ആ ഒരു ലേസ് ബോർഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കളേഴ്സും അതായത് ഈ യോക്കിൽ വരുന്ന കളർ ഷെയ്ഡ്സ് ആണ് ഡിഫറെന്റ്. ബാക്കിയെല്ലാം ഇതുണ്ട് ഇതുപോലെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സിലാണ് വന്നേക്കുക. ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ്, ഒരു ഡീപ്പ് ഗോൾഡൻ ബ്രൗൺ ആണ് യോക്കിൽ വരുന്നത്. ബാക്കി പോർഷൻസിൽ ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേൺ ആണ്. അതും ആ ഒരു ഗോൾഡൻ ബ്രൗണിന്റെ കോമ്പിനേഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഉണ്ട്, താഴെ ഒരു ലേസ് ബോർഡർ ഉണ്ട്, ബാക്ക് സൈഡ് സെയിം. സോ അപ്പോൾ ഇതിന്റെ ടോപ്പിന്റെ ലുക്ക് ഇതുപോലെ വരും. ഇത് നമുക്ക് സമ്മർ സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്, വളരെ കാഷ്വൽ ഫോമിലൊക്കെ. പിന്നെ കോട്ടൺ മെറ്റീരിയൽസ് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക, ഡ്രൈ ക്ലീൻ യൂസ് ചെയ്യുക, മാക്സിമം വാഷ് ചെയ്യാതെ യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കോട്ടന് മാത്രമല്ല കേട്ടോ, ഞാൻ എപ്പോഴും എല്ലാത്തിനും ഇങ്ങനെ പറയുന്നുണ്ട്. ചിലർ പറയും നല്ലതാണ് ഇങ്ങനെ പറയണമെന്ന്, ബട്ട് നമ്മുടെ കോട്ടന് മാത്രമല്ല എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. കോട്ടൺസ് കളർ നമ്മൾ ഡൈ ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിൽ പ്രശ്നമില്ല, ഫുൾ വൈറ്റ് വേറെ വർക്കൊന്നും ഇല്ലാതെ. അല്ലാതെ വരുന്നതിലെല്ലാം നമ്മൾ നല്ല കളർ ഷെയ്ഡ്സിൽ ഡൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ കളേഴ്സ് ഫെയ്ഡ് ആവും. ഫെയ്ഡല്ല, ഓരോ വാഷിലും കുറച്ച് കളേഴ്സ് പോകും. അപ്പോൾ അങ്ങനെ മാക്സിമം പോകാതിരിക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾ കളർ കാർഡൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യാം. ഇതുണ്ട് ദുപ്പട്ടയിൽ ഫുള്ളും ഇതുപോലെ ഒരു പ്രിന്റഡ് പാറ്റേൺ വിത്ത് താഴെ കോട്ടൻ്റെ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും ലുക്ക്. സോ ഇതുണ്ടോ, ഇതാണ് അടുത്തതിൻ്റെ യോക്ക് വന്നിരിക്കുന്നത്. യോക്കാണ് വളരെ ക്യൂട്ടായിട്ട് നിൽക്കുന്നത്. ബാക്കി യൂഷ്വൽ സ്റ്റൈൽ തന്നെ, ആ ഒരു ബ്ലോക്ക് പാറ്റേൺ തന്നെയാണ്. പിന്നെ നമ്മൾ കോട്ടൺ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഇതിൻ്റെ ദുപ്പട്ടയൊന്നും അധികം അങ്ങനെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 99% അല്ലെങ്കിൽ ഒരു 97% ആൾക്കാരും വാഷ് ചെയ്യില്ല. ദുപ്പട്ട വാഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ടോപ്പ് സ്വെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് മാക്സിമം ആൾക്കാരും വാഷ് ചെയ്യുന്നത്. അപ്പോൾ അത് വാഷ് ചെയ്യാതിരിക്കാനാണ് സ്വെറ്റ് പാർട്സിന്. അല്ലാതെ അതും പറയുന്നുണ്ട്, ഇന്ന് എല്ലായിടത്തും മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് സ്വെറ്റ് പാർട്സ്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഇടുവാണെങ്കിൽ ഇതിൻ്റെ കളർ അതേപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊരു ബ്ലാക്കിഷ് ബ്രൗൺ, അതായത് കാണുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് അല്ല, ഒരു ബ്രൗണിൻ്റെ കൂടെ മിക്സ് വന്നിരിക്കുന്ന ഒരു ബ്ലാക്കിഷ് ബ്രൗൺ എന്ന് പറയാം. 3 ലെയേഴ്സ് ആയിട്ട് ക്രോഷോ ലേസ് ആണ്. പിന്നെ ബോർഡേഴ്സിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബ്രഷ് പെയിന്റഡ് ബോർഡേഴ്സ് ആണ്. അതിനകത്താണ് ചെറിയ ബാദ്ല മിറേഴ്സും ബീഡ്സും കൊടുത്ത് ഹാൻഡ് വർക്ക് പോയിരിക്കുന്നു. ഇത് കാഷ്വൽ ഫോമിൽ യൂസ് ചെയ്യാനുള്ള സെറ്റ് പാറ്റേൺ ആണ്. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ബ്ലോക്ക് പ്രിന്റ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ലുക്ക്. 1195 ആണ് പ്രൈസ്. സോ അപ്പോൾ ലാസ്റ്റ് വൺ ഈ ഒരു എക്വാ ഗ്രീൻ കോമ്പിനേഷൻ ആണ് അതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ വേറൊന്നും കാണാനില്ല, ആകെ യോക്കാണ് ഇതിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. വിത്ത് താഴെ ഭാഗത്തും ബോർഡർ. ഈ 4 കളർ ഷെയ്ഡ്സിലാണ് സെറ്റ്സ് വന്നിരിക്കുന്നത്. ആ ഒരു യോക്കിൻ്റെ കോമ്പിനേഷനാണ് ദുപ്പട്ടയും ബോട്ടും. അതാണ് ഫൈനൽ ലുക്ക് വന്നിരിക്കുക. വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക് യു.